ജി സുധാകരൻ വിഷയത്തിൽ അനുനയ ശ്രമവുമായി CPM. സുധാകരനെ ഫോണിൽ വിളിച്ച് MV ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് ചിരിച്ചതെന്നും വ്യക്തിപരമായി അധിക്ഷേപിച്ചതല്ലെന്നും MV ഗോവിന്ദൻ അറിയിച്ചു. മാധ്യമങ്ങൾ തെറ്റായി വാർത്ത പ്രചരിപ്പിക്കുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മെമ്പർഷിപ്പ് പുതുക്കണമെന്നും ജി സുധാകരനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം മെമ്പർഷിപ്പ് പുതുക്കില്ലെന്ന നിലപാട് പാർട്ടി സെക്രട്ടറിയോടും ജി സുധാകരൻ ആവർത്തിച്ചു. അജയ് നാഥുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ജി സുധാകരൻ ഉറപ്പിച്ച മട്ടാണ്, അതായത് CPM സംസ്ഥാന സെക്രട്ടറി വിളിച്ചു സംസാരിച്ചു, പക്ഷേ അദ്ദേഹം അയയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 63 വർഷത്തെ ആ രാഷ്ട്രീയ പാരമ്പര്യം ഉപേക്ഷിക്കാൻ തന്നെയാണോ അദ്ദേഹം തീരുമാനിച്ചത്? അതായത് ഇനി എന്തെങ്കിലും ഒരു അനുനയ ശ്രമത്തിനുള്ള ഒരു സാധ്യതയുണ്ടോ? പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മാസം 7-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഒരുപാട് പരിപാടികൾ, സർക്കാർ പരിപാടികൾ ജില്ലയിലുണ്ട്. ഏതാണ്ട് 4-5 പരിപാടികളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രി എത്തുന്ന ഘട്ടത്തിൽ സുധാകരനെ നേരിട്ട് കാണുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. സുധാകരനെ നേരിട്ട് കാണുവാനും ഇതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് CPM-നെ വിശേഷിച്ച LDF-നെ കൊണ്ടെത്തിക്കാതിരിക്കാനുള്ള ഒരു ക്രമീകരണം അല്ലെങ്കിൽ അതിലൊരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നേരിട്ടുണ്ടാകുമെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും നിലപാടിൽ വെള്ളം ചേർക്കുവാൻ സുധാകരൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പാർട്ടി സെക്രട്ടറി വിളിച്ചിട്ട് പോലും തൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെ തുടരുന്ന സാഹചര്യമാണ് നിലവിൽ സുധാകരൻ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയം മാത്രമല്ല, അതായത് MV ഗോവിന്ദൻ നടത്തിയിട്ടുള്ള പരാമർശത്തിലുള്ള ഒരു പ്രതിഷേധം മാത്രമല്ല സുധാകരനെ സംബന്ധിച്ച് ഇത്തരത്തിലേക്കൊരു നിലപാട് സ്വീകരിക്കാൻ കാരണം. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇതിനു മുൻപും സമാനമായ രീതിയിൽ സുധാകരൻ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ജില്ലയിൽ സാധാ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ മുതിർന്ന നേതാവ് കൂടിയായിരുന്ന സുധാകരനെ വലിയ രീതിയിൽ നവമാധ്യമങ്ങളെല്ലാം വിദ്വേഷ പരാമർശങ്ങൾ നടത്തുകയും സുധാകരനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാടുകൾ സുധാകരൻ സ്വീകരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകർ സുധാകരനെതിരെ ഒരു കടന്നാക്രമണം നടത്തിയിരുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് സംബന്ധിച്ച് പരാതി പാർട്ടി നേതൃത്വത്തിന് കൊടുത്തിട്ടും പരാതിക്ക് നടപടി സ്വീകരിക്കുവാൻ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ല എന്നൊരു പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിലൊരു വിയോജിപ്പ് സുധാകരനുണ്ട്. മറ്റൊന്ന്, ഈ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായ ശേഷം ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുമ്പോൾ പോലും മുതിർന്ന നേതാവെന്ന നിലയിലുള്ള പരിഗണന തനിക്ക് നൽകിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളെല്ലാം ആരംഭിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഇത്തവണ കൂടി മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്ന തരത്തിലേക്കുള്ള ഒരു അഭിപ്രായ പ്രകടനം സുധാകരൻ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിക്ക് ഉൾപ്പെടെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് അല്ലെങ്കിൽ തൻ്റെ താല്പര്യം സുധാകരൻ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലെല്ലാം സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും പാർട്ടി ഒരു നിലയിലുള്ള പരിഗണനയും സുധാകരൻ നൽകിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം കൂടുതൽ കനക്കാൻ കാരണം. അതോടൊപ്പം തന്നെയാണ് ഈ MV ഗോവിന്ദൻ്റെ പരാമർശം കൂടുതൽ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത്. അതായത് മാധ്യമങ്ങൾ ചോദിച്ചത് സുധാകരനെ ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പരിഗണന ഇല്ലെന്ന് ചോദിക്കുന്ന ഘട്ടത്തിലാണ് സുധാകരനെ പരിഗണിക്കുന്നില്ല എന്ന ഒരു മറുപടി MV ഗോവിന്ദൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് തമാശ രൂപേണ ആണ് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ നിലവിൽ അത് മാധ്യമങ്ങളെ കുറിച്ചാണ് അത്തരത്തിലേക്കൊരു പരിഹാസ രൂപേണ മറുപടി പറഞ്ഞത് എന്ന് MV ഗോവിന്ദൻ പറയുമ്പോൾ പോലും നിലപാടിൽ വെള്ളം ചേർക്കുവാൻ സുധാകരൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യമായിട്ടുള്ളത്. എന്തായാലും നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഒരു വലിയ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മെമ്പർഷിപ്പ് താൻ പുതുക്കുന്നില്ല എന്ന് സുധാകരൻ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും CPM-നെ സംബന്ധിച്ച്, പാർട്ടി സംവിധാനത്തെ സംബന്ധിച്ച് മെമ്പർഷിപ്പ് പുതുക്കാൻ ഇനിയും സമയമുണ്ട്. ഈ മാസം 17-നാണ് സ്ക്രൂട്ടനി നടക്കുന്നത്. അതിനുശേഷവും നിയമസഭാ ഇലക്ഷൻ ഉൾപ്പെടെ വരുന്ന ഘട്ടത്തിൽ മെമ്പർഷിപ്പ് പുതുക്കാനുള്ള ഒരു അവസരം സുധാകരൻ ഉണ്ടാകും എന്നുള്ളതാണ്. സ്വാഭാവികമായും 7-ാം തീയതി നടക്കുന്ന പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോൾ മുഖ്യമന്ത്രി അതിനു മുൻപായി സുധാകരൻ്റെ വീട്ടിലെത്തി നേരിട്ട് കാണുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നത് സുധാകരൻ എന്തായാലും CPM-നെയും LDF-നെയും പ്രതിസന്ധിയിലാക്കി ഒരു നിലപാട് സ്വീകരിക്കില്ല എന്നൊരു ആത്മവിശ്വാസവും പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അനുനയ നീക്കങ്ങളും സമവായ നീക്കങ്ങളും ചർച്ചകളുമെല്ലാം ഇനിയും തുടരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കി സുധാകരൻ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആകെ തന്നെ താല്പര്യവും തീരുമാനവും. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അനുനയ നീക്കം. അജയ്, സുധാകരന്റെ പ്രതിഷേധത്തിന് പിന്നാലെ പല രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും സുധാകരൻ UDF-ലേക്ക് പോകുമോ എന്നുള്ളതാണ്. അദ്ദേഹം ജനകീയനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ തീരുമാനം അനുസരിച്ച് നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ നേരത്തെ KC വേണുഗോപാലൊക്കെ പ്രതികരിക്കുകയുണ്ടായി. ഇതിൽ എത്രത്തോളം സാധ്യതയുണ്ട് ഇതിന്? ആ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ?
മായ അത് സംബന്ധിച്ച് ചർച്ചകളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നിലപാട് പറയേണ്ടത് സുധാകരനാണ്. താനിപ്പോഴും സുധാകരൻ സൂചിപ്പിക്കുന്നത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ പോലും ജനകീയമായ ഇടപെടലുമായി മുന്നോട്ട് പോകും, ആശയപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ആ കുറിപ്പിൻ്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം സൂചിപ്പിച്ചു വെക്കുന്നുണ്ട്. അതായത് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എങ്കിൽ കൂടിയും തൻ്റെ 63 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പാർട്ടി പ്രവർത്തനം, അതിൽ പാർട്ടി കാലഘട്ടമുണ്ട്. സ്വാഭാവികമായും ജില്ലയിലെ സംസ്ഥാനത്തെ ആകെ തന്നെ നേതൃത്വമായി നിന്ന് പ്രവർത്തിച്ച ആൾ കൂടിയാണ് ജി സുധാകരൻ. എസ് എഫ് ഐയുടെ ഒക്കെ പ്രഥമ ഭാരവാഹി കൂടിയാണ്. അങ്ങനെ നീണ്ട കാലത്തെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള, രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആൾ കൂടിയാണ്. സ്വാഭാവികമായും ഒരു മുന്നണി മാറ്റം അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ നിന്നൊരു മാറ്റം സുധാകരനെ സംബന്ധിച്ച് ആ രീതിയിൽ ഒരു എളുപ്പമായിരിക്കില്ല എന്ന് വേണം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുധാകരൻ നിലപാട് പറഞ്ഞെങ്കിൽ മാത്രമേ, മുൻപ് സൂചിപ്പിച്ചോളം തന്നെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ അത്തരം അതിനെ സംബന്ധിച്ചതാണ് പറഞ്ഞത്. അതായത് നിലപാട് പറയേണ്ടുന്നത് സുധാകരനാണ്. സുധാകരൻ്റെ നിലപാട് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ അടക്കം മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവൂ, കോൺഗ്രസ് ഉൾപ്പെടെ ഉണ്ടാവൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും അമ്പലപ്പുഴ മണ്ഡലം സുധാകരനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. സുധാകരൻ മുൻപ് ഏറ്റവും ഒടുവിൽ മത്സരിച്ച് ജയിച്ചതും അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നാണ്. പക്ഷേ ഇത്തവണ മത്സരിക്കാനൊരു സാധ്യത ഉള്ളതും അമ്പലപ്പുഴ മണ്ഡലത്തിലായിരുന്നു. പക്ഷേ മറ്റൊരു കാര്യം കൂടി സുധാകരൻ പറയുന്നുണ്ട്. അതായത് 9 മണ്ഡലങ്ങളിൽ, ജില്ലയിലെ 9 മണ്ഡലങ്ങളിൽ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും താൻ ജയിക്കുന്ന സാഹചര്യമുണ്ട് എന്നും സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഒരു സ്വതന്ത്രനായി മത്സരരംഗത്തേക്ക് സുധാകരൻ എത്തുമോ, അങ്ങനെ എത്തുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് സ്വാഭാവികമായും സുധാകരനെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കാനായിരിക്കും കോൺഗ്രസിൻ്റെ തീരുമാനമുണ്ടാകുക. അത് കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടുകൂടിയാകും എന്നൊരു സാഹചര്യം ഉള്ളതിനാൽ തന്നെ അത്തരത്തിലൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോൾ പോലും എന്ത് നിലപാടാണ് സുധാകരൻ എടുക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അപ്പോഴും അനുനയ നീക്കം തുടരുകയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മുഖ്യമന്ത്രി എത്തുന്നതോട് തന്നെ ഈ തീരുമാനത്തിൽ, അതായത് സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് സുധാകരന് പാർട്ടി സീറ്റ് നൽകുമോ, മറിച്ച് അതിൽ ആ സീറ്റ് കിട്ടുന്ന മുറയ്ക്ക് സുധാകരൻ മെമ്പർഷിപ്പ് പുതുക്കുമോ എന്നുള്ള കാര്യം സംബന്ധിച്ചുള്ള ചർച്ചകളാണ്, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്തായാലും മാധ്യമങ്ങളുമായി പ്രതികരിക്കുവാൻ നിലവിൽ സുധാകരൻ തയ്യാറായിട്ടില്ല. അതായത് സംസ്ഥാന സമിതി യോഗം ഉൾപ്പെടെ നടക്കുന്ന ഘട്ടത്തിൽ ഇതിന് സുധാകരൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യത്തിന് അനുകൂലമായൊരു നിലപാട് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ സുധാകരൻ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടി തന്നെയാണ് പരസ്യമായി മാധ്യമങ്ങളെ കാണുവാൻ നിലവിൽ സുധാകരൻ തയ്യാറാകാത്തത്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സുധാകരൻ്റെ നിലപാട് എന്താണെന്ന് നോക്കി സുധാകരനും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ സുധാകരനെ ചേർത്ത് നിർത്തി തിരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, പ്രതിസന്ധികൾ ഉണ്ടാക്കാതെ തിരഞ്ഞെടുപ്പ് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPM-ഉം ഇടതുപക്ഷവും ശ്രമിക്കുന്നത്. ശരി, അജയ്നാഥാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി CPM നേതാക്കളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും മാധ്യമങ്ങളോട് ഈ ഒരു അവസരത്തിൽ പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല.